ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ആക്ച്വലി വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ആൻഡ് ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്ര ഒരു ബ്രേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടെ നാട്ടിലോട്ട് പോവേണ്ടതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേയും ടാമ്പോ ആണ്. ഹോസ്റ്റലിൽ ഇന്ന് എവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് പോകുന്നൊരു ട്രാവൽ വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് വിത്തിൻ 1 hour ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് നാളെ മോർണിംഗ് ആകുമ്പോഴത്തേനും മോസ്കോ എത്തും. മോസ്കോയിലൊരു 2 days ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് വ്ളോഗ് എടുക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. എനിക്കറിയത്തില്ല, ഒത്തിരി ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ എന്നാലും ലാസ്റ്റ് ആണല്ലോ റഷ്യയിൽ. ഇപ്പം അതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് വ്ളോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇനി ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന്. കാരണം ഗ്രാജുവേഷൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് അത് ഞാൻ ഇങ്ങനെ പാതിക്ക് നിർത്തിയിട്ട് അതങ്ങനെ ഇരിപ്പുണ്ട്, ഗാലറിയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ ഡിലീറ്റ് ആക്കുമോ വ്ളോഗ് ആക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെങ്കിലും ഒരു നല്ലൊരു വ്ളോഗായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂം ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പം ബെഡ്ഷീറ്റ്സ്, പില്ലോ അതെല്ലാം അവർ ഓൾറെഡി വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 hour ടൈം ഉണ്ട് ഇനി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൊണ്ട് ഒത്തിരി ലഗേജ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ താഴെ കൊണ്ട് വെക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ബസ് സ്റ്റേഷനിലോട്ട് ഞങ്ങൾ ടാക്സിക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ്, അവിടെ നിന്ന് നേരെ മോസ്കോ രാവിലെ ആകുമ്പോൾ എത്തും. അപ്പോൾ ഇനി എന്തായാലും ബസ് സ്റ്റേഷനിലെത്തി നമുക്ക് കാണാം. ഇതാണ് റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലഗേജും കൂടെ ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനിട്ടേക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളും ഇതൊക്കെ ഒത്തിരി ഡ്രസ്സൊക്കെ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലഗേജ് ലിമിറ്റേഷൻ ഉണ്ടല്ലോ വെയ്റ്റിന്. അപ്പം എനിക്ക് 40 kg മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളതിലേക്ക് ഇവിടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 days മുന്നേ ഇവിടുത്തെ അമ്മൂമ്മ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്തെങ്കിലും വേസ്റ്റായിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിങ്സ് നമ്മൾ വേസ്റ്റായിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ കളയുന്നതിന് മുമ്പ് നല്ലതാണെങ്കിൽ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ബിക്കോസ് അവർക്ക് എന്തോ ഓർഫനേജിൽ എന്തോ കൊടുക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പം ഓർഫനേജിൽ കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നല്ല രീതിയിലുള്ള ഇടാൻ പറ്റിയ ഡ്രസ്സസ് കീറി എന്താ പറയുക മോശമായിട്ട് പോകാത്ത ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഡ്രസ്സുകൾ തന്നെ ഒരു 4 cover എനിക്കുണ്ട്. അപ്പം എന്തായാലും വേസ്റ്റ് കളയുന്നത് നല്ലൊരു കാര്യത്തിൽ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോറിഡോർ. ആക്ച്വലി ഞങ്ങളുടെ റൂം വന്നിട്ട് 3rd floorലാണ്. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ വന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന്. കാരണം നമ്മൾ 6 വർഷം താമസിച്ചതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു മെമ്മറീസൊക്കെ അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ലോണ്ട്രി റൂമാണ്, ഡ്രസ്സസൊക്കെ കൊണ്ടിടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിച്ചണും ഉള്ളത്. നമുക്ക് കിച്ചൺ വലിയ വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, ഒട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ വിൻഡോയിൽ നിന്ന് വരുന്ന നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ഹോസ്റ്റലാണ്. പിന്നെ സ്കൈ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആക്ച്വലി. അപ്പോൾ നമ്മുടെ ബാക്ക് ഹോസ്റ്റൽ നമ്മുടെ ഹോസ്റ്റൽ ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും അങ്ങനെ ഇരിക്കുന്നത്. നടുക്കൊരു കണക്ഷനുണ്ട്. അതാണ് 2 ഹോസ്റ്റലിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഷവറും വാഷ്റൂമൊക്കെ. ഇതിപ്പോൾ ഹോസ്റ്റൽ ടൂർ പോലെ ആയിപ്പോലും. ഇത് എൻ്റെയും ഐഷുവിൻ്റെയും റൂമാണ്. ഞങ്ങളുടെ 2 പേരുടെയും പേര് കൊടുത്തിട്ടുണ്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെഡ്ഷീറ്റ്സും പില്ലോ എല്ലാം കൂടെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഫസ്റ്റ് ടൈമായിട്ട് വരുമ്പോഴത്തേനും അവരിതെല്ലാം പ്രൊവൈഡ് ചെയ്യും നമ്മൾക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് ഇതെല്ലാം കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പം അവർ ആ ലിസ്റ്റ് കൊണ്ട് വരും നമ്മളെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിസ്റ്റൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് കളയേണ്ടതൊക്കെ കളഞ്ഞ് ആവശ്യമുള്ള കുറച്ച് ലഗേജും കാര്യങ്ങളും പിന്നെ ഒത്തിരി മെമ്മറീസുമായിട്ട് അങ്ങനെ ഹോസ്റ്റലിൽ വിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഓൾറെഡി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. പിന്നെ വേഗം ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് ബസ് സ്റ്റേഷനിലെത്തി. അവിടെ വേറെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ. ഞങ്ങൾക്ക് 8 പേർക്കും കൂടെ ആയിട്ട് വലിയ 20 സൂട്ട് കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് മൂണിനെ കണ്ടപ്പോൾ മൂണിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. ബസ് ആക്ച്വലി 11 PM വരേണ്ടത്, പക്ഷേ ടൈമിന് വന്നില്ല. 1 hour മേളിൽ ഡിലേ ഉണ്ടായിരുന്നു ബസ്സിന്.
1 hour കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മിക്കവാറും മോസ്കോ പോകാൻ ബസ്സൊന്നും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ വന്നു. പിന്നെ ബസ്സിൽ കയറി സീറ്റൊക്കെ സെറ്റാക്കിയിട്ട് മൂവി കാണാമെന്ന് വെച്ച് കുറച്ച് മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ലാഗൊന്നും ഇല്ലായിരുന്നു. അപ്പം ടൈം പോയതൊന്നും അറിഞ്ഞില്ല. ലൈക്ക് 2 hours, നിയർലി 2 hours വേഗം പോയ പോലെ തോന്നി. അപ്പോൾ ആ മൂവി കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പോൾ ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ഒരു 3:30, 4 AM ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ എണീറ്റായിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൺറൈസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കാണാൻ. ലൈക്ക് വീഡിയോ എടുത്തപ്പോൾ ആക്ച്വലി അത് ശരിയായില്ല, എന്തോ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി ഭംഗിയില്ലാത്ത പോലെ തോന്നി. പക്ഷെ നേരിൽ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം സൺറൈസ് നോക്കിയിരുന്നിരുന്ന് ഞാൻ തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ മോസ്കോ എത്തിയപ്പോൾ എണീക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 7 AM ഒക്കെ ആയെന്ന് തോന്നുന്നു. ആ ഒരു ടൈം ആയപ്പോഴത്തേനും മോസ്കോ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ് സ്റ്റേഷനിൽ കുറച്ച് ടൈമും കൂടെ ഒരു 15 minutes 20 minutes കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലും എത്തി. അവിടെ എത്തിയിട്ടാണ് ഫുൾ പോസ്റ്റായി പോയത്. അത് ഹോൾ ഡേ അവിടെ നിൽക്കേണ്ടി വന്നു. ഹോൾ ഡേ എന്നല്ല, ലൈക്ക് മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെ നമുക്കവിടെ നിൽക്കേണ്ടി വന്നു. ആക്ച്വലി ഇവിടുത്തെ സ്റ്റേ വന്നിട്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റാണ് നോക്കിയത്. അവർക്ക് പ്രീ ബുക്കിംഗ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ നമുക്ക് റൂമിൽ കയറാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനെ അവർക്ക് മെസ്സേജ് അയച്ച് നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഇവിടെ ആളുണ്ട്, അപ്പോൾ അവർ പോയി റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്ക് തരാൻ പറ്റില്ല, നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത്രയും നേരം പോസ്റ്റായിപ്പോയി. പിന്നെ നമ്മളിവിടെ നിന്ന് ലൂഡോ കളിച്ചു. പിന്നെ അടുത്ത് നമ്മുടെ KFC ഉണ്ടായിരുന്നു, KFC, ബർഗർ കിങ് അതൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിക്കുന്ന വെയിലിന് എൻ്റെ ദൈവമേ ഉരുവി പോവാത്ത ഭാഗ്യം, അത്രയും ചൂടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിന് ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഷവർമ്മ ഷോപ്പിൽ പോയി. അപ്പം അവിടെയുള്ളവർ അവർ അറബ്സ് ആയിരുന്നു ആക്ച്വലി. പക്ഷെ അവർക്ക് കുറച്ച് ഇന്ത്യൻ സോങ്സൊക്കെ അറിയാം, ലൈക്ക് ഹിന്ദി സോങ്സൊക്കെ അറിയായിരുന്നു. അപ്പം നമ്മളോട് ലൈക്ക് നമ്മൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പം ഇന്ത്യൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഹിന്ദിയിൽ കുറച്ച് വേർഡ്സൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ ഹിന്ദി സോങ്സൊക്കെ വെച്ച് ഭയങ്കര ചില്ലിങ് ആയിരുന്നു അവർ. പിന്നെ തൊട്ടടുത്ത് ബർഗർ കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നെ അത്രയും വെയിലും കൂടെ ആയപ്പോഴത്തേനും ഒരുമാതിരി കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ഫെത്രോസ്കയായിരുന്നു. അപ്പം നമ്മളവിടെ കയറി പൽപ്പിയൊക്കെ വാങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ബസ് സ്റ്റേഷനിലോട്ട് തന്നെ പോകുമായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ടൈം ഒരു 12 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പം ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ലൈക്ക് ഇത്രയും വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ലൈക്ക് ബസ്സിലായാലും ലൈക്ക് വേറെ എന്തായാലും ടാക്സിയൊക്കെ ആണെങ്കിലും ഒത്തിരി റേറ്റ് ആവും. അപ്പോൾ നമ്മളെന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ മിനി വാൻ എന്തോ നോക്കിയിട്ട് ലൈക്ക് അതിൽ ലഗേജ് ഫുള്ള് കയറ്റി വിട്ടിട്ട് നമുക്ക് മെട്രോയിൽ പോകാനുള്ളൊരു പ്ലാനാണ് ഉള്ളത്. കേട്ടില്ല. അങ്ങനെ ടൈം ആയപ്പോഴത്തേനും ഒരു മിനി വാനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ലഗേജൊക്കെ മിനി വാനിൽ കയറ്റി വിട്ടു. എന്നിട്ട് നമ്മളെല്ലാവരും മെട്രോയിൽ പോകാനുള്ള പ്ലാനായിരുന്നു. കാരണം അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നല്ലോ. അപ്പം ദൂരം ഉണ്ട് എന്നിവർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 മെട്രോ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തിയത്. പക്ഷേ മെട്രോ ആയതുകൊണ്ട് ലൈക്ക് നമുക്ക് വലിയ ടയേർഡോ അല്ലെ ഭയങ്കര ടൈം കൺസ്യൂമിങ് അങ്ങനെയായിട്ടൊന്നും തോന്നിയില്ല. ആകെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് കുറച്ച് സ്റ്റെപ്സ് കയറി ഇറങ്ങാനുണ്ടായിരുന്നു. ഒത്തിരി അടുത്ത് എസ്കലേറ്റേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ചിലയിടത്ത് സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ വേഗം ഓടിക്കയറുമ്പോഴത്തേനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ലൈക്ക് 3 മെട്രോ നമ്മളിങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ഭയങ്കര ശടപടേനായിരുന്നു. ലൈക്ക് എവറി 2 minutes നമുക്ക് മെട്രോ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പോകാനുള്ള പ്ലേസിൻ്റെ ആ ഡയറക്ഷനിലോട്ട് എവറി 2 minutes വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇൻ കേസ് നമുക്കിപ്പോൾ ടൈമിന് എത്താൻ പറ്റിയില്ലെങ്കിലും 2 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽ കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ.
പിന്നെ ലൈക്ക് ഇവിടുത്തെ മെട്രോയിൽ ഞാൻ മുന്നേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്തോ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത് ആക്ച്വലി മോസ്കോയിലോട്ട്. അല്ലാത്ത ടൈമിലൊക്കെ ബസ്സിൽ നമ്മൾ ഡയറക്റ്റ് മോസ്കോ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2-3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ മെട്രോ കാണുന്നത്. എനിക്കെന്തോ ഭയങ്കര വ്യത്യാസമുള്ളത് പോലെയൊക്കെ തോന്നി. എനിക്ക് മാത്രം തോന്നിയതാവാം മിക്കവാറും. കാരണം ഫ്രണ്ട്സിനോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു മുന്നേ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഒന്നും പറയാണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതെന്നറിയാം. പക്ഷെ എല്ലാം അടിപൊളിയാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നില്ല. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. അത്രയും ഭംഗിയാണ് അവിടുത്തെ മെട്രോ ഒക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ ലൊക്കേഷൻ എത്തി. അപ്പം നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആക്ച്വലി ഭയങ്കര ടയേർഡായിരുന്നു. ലൈക്ക് മോർണിംഗ് തൊട്ട് ഇങ്ങനെ വെറുതെ അവിടെ ബസ് സ്റ്റേഷനിലിരുന്ന് വെയിറ്റ് ചെയ്ത് ഇടയ്ക്ക് കുറേ വെയിലടിച്ചു. അപ്പോൾ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എങ്ങനെയും അപ്പാർട്ട്മെൻറ്റ് എത്തിയാൽ മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു പോകുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ നല്ല മഴ പെയ്യുന്നു. പക്ഷേ 5 മിനിറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. മഴ വന്നു ജസ്റ്റ് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ പെയ്തു എന്നിട്ട് അപ്പം തന്നെ നിൽക്കുമായിരുന്നു. അത്രയും ഷോർട്ടായിരുന്നു ഇവിടുത്തെ മഴയൊക്കെ. ഞങ്ങളാണെങ്കിൽ ലൈക്ക് ബാഗൊക്കെ ഉണ്ടല്ലോ, ബാഗിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നനയുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുമായിരുന്നു. എന്ത് ചെയ്യും നോക്കിയപ്പം അപ്പം തന്നെ മഴ പെയ്ത് ഫ്ലോറ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിട്ട് കൂടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് മഴ തീർന്നു. ഇതായിരുന്നു അവിടുത്തെ മഴയുടെ അവസ്ഥ. പക്ഷേ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ലായിരുന്നു. ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ലൈക്ക് ഈ മഴയുള്ള ടൈമിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, ലൈക്ക് ബുദ്ധിമുട്ടാവില്ലേ ട്രാവലിന്, അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി കോൾഡ് ക്ലൈമറ്റ് എനിക്കിഷ്ടമാണ്. പിന്നെ അതുമല്ലാണ്ട് മഴയും എനിക്കിഷ്ടമാണ്. അപ്പം അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലൈമറ്റ്. അങ്ങനെ ഒത്തിരി ദൂരം നടന്നു വന്ന് ലൈക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വന്ന് ഫൈനലി നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തി. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ റൂം കീയും വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോവുമായിരുന്നു. ലൈക്ക് പുറത്ത് തന്നെ ലൈക്ക് അടിപൊളി നല്ല ക്ലീൻ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതും അല്ലാണ്ട് ന്യൂ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പെയിൻറ്റിൻ്റെ മണമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു റൂമിലേക്ക്. ഇവിടുത്തെ കളർ തീം ആണെങ്കിലും ലൈക്ക് ഇവിടുത്തെ സ്പേസും കാര്യങ്ങളും ബെഡ് സോഫ എല്ലാം അടിപൊളിയാണ്. ഒന്നും ലൈക്ക് അയ്യോ ഇത് കൊള്ളത്തില്ലല്ലോ അങ്ങനെ നമുക്കൊന്നും തോന്നില്ല. എല്ലാം അത്രയും അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ സ്റ്റേ വന്നിട്ട് ജസ്റ്റ് ഫോർ 2 days ആണ്. പിന്നെ 29th നൈറ്റ് ആകുമ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് ഇറങ്ങും. കാരണം ഏർലി മോർണിംഗ് നമുക്ക് ഫ്ലൈറ്റാണ്. 30യുടെ ഏർലി മോർണിംഗ് നമുക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ 29th നൈറ്റ് നമുക്ക് എയർപോർട്ടിൽ പോകണം. അപ്പം ജസ്റ്റ് ഫോർ 2 days ഇവിടെ 1700 എന്തോ ആയിട്ടുള്ളൂ. പെർ പേഴ്സൺ ആണ് 1700 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റേറ്റിന് സത്യം പറഞ്ഞാൽ നല്ല വർത്താണ്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ലൈക്ക് ഇവിടുത്തെ സോഫ ലൈക്ക് വാൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ റീസെൻ്റായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോയായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഇതുപോലത്തെ ഗ്രേ കളർ വാൾപേപ്പർ, ഗ്രേയും വൈറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ആ ഒരു വൈറ്റിഷ് തീമായിട്ടുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. അത്രയും അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അവർ. അതിലേക്ക് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വാം ലൈറ്റ് ആയിരുന്നു കൂടുതൽ. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റൂം. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ലഗേജ് താഴെ നിന്ന് റൂമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലായിടും കയറി നോക്കി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് റെഡ് സ്ക്വയർ പോകണം, ബിസിനസ് സെൻറ്ററിൽ പോകണം, പിന്നെ കുറച്ച് മോൾസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോകണം എന്നും പ്ലാൻ ഉണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ല ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന്. ബിക്കോസ് ഓൾറെഡി ഹാഫ് ഡേ വേസ്റ്റായി. ലൈക്ക് മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരെ ബസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഇനിയിപ്പം ഓൾറെഡി എല്ലാവരും ടയേർഡാണ്. അപ്പം ഒന്ന് ഫ്രഷപ്പായിട്ട് വരുമ്പം അതിനും കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസസൊക്കെ കവർ ചെയ്യണം എന്നുണ്ട്.
അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് വീഡിയോയുടെ ലെന്ത് കൂടും, ലൈക്ക് ഡ്യൂറേഷൻ കൂടും. അപ്പോൾ എഡിറ്റ് ചെയ്യാനും കുറച്ച് പാടായിരിക്കും. അപ്പം അതിലും നല്ലതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ജസ്റ്റ് ട്രാവൽ ആൻഡ് റൂം ടൂർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാനിനി നമ്മൾ പോകുന്നത് പ്ലേസസൊക്കെ ആയിട്ട് സെക്കൻഡ് പാർട്ടിൽ വരാം, അതായിരിക്കും ബെറ്റർ. അപ്പം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസസ് ഞങ്ങളൊന്ന് കവർ ചെയ്യാൻ നോക്കും. അപ്പം അതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും എഡിറ്റ് ചെയ്യാനും പാടായത് കൊണ്ട് ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ സെക്കൻഡ് പാർട്ട്. അപ്പം എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പം അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.